സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബസ് സ്റ്റാൻഡ് സ്ഥലമെടുപ്പിലെ അഴിമതിയെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ടിനെ ചൊല്ലി കാഞ്ഞങ്ങാട് നഗരസഭയിൽ പ്രതിഷേധം. CPM കൗൺസിലർമാർ കൗൺസിൽ ഹാൾ ഉപരോധിച്ചു. PSCയെ പ്രതിക്കൂട്ടിലാക്കാനുള്ള നീക്കം നിർഭാഗ്യകരമെന്ന് PSC ചെയർമാൻ ഡോക്ടർ കെ രാധാകൃഷ്ണൻ. സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വൽക്കരണ യൂണിറ്റ് കാസർഗോഡ് തുടങ്ങി. ഒളവറയിലെ യുവതിയുടെ തിരോധാനം കൊലപാതകമെന്ന് തെളിഞ്ഞു. മൃതദേഹം കണിച്ചിറയിൽ നിന്നും കണ്ടെത്തി. മരുന്ന് വിപണിയിലെ കുത്തകവൽക്കരണത്തിനെതിരെ യൂത്ത് ലീഗിന്റെ പ്രതിഷേധം. കാഞ്ഞങ്ങാട്ട് ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. BJPയുടെ വളർച്ചയ്ക്ക് CPMന്റെ നയങ്ങൾ സഹായിച്ചതായി CMP ആക്ടിംഗ് സെക്രട്ടറി CP ജോൺ. CMP ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് സമാപിച്ചു. പ്രധാനമന്ത്രിയുടെ സ്വച്ഛന്ത് ഭാരത് ആഹ്വാനം. മാവുങ്കാലിൽ BJP പ്രവർത്തകരും നിവേദിത ക്ലബും ശുചീകരണത്തിനിറങ്ങി. ആച്ചിപ്പുറം വിഷ്ണു ചാമുണ്ടേശ്വരി ഗുളികൻ ദേവസ്ഥാനം പുനഃപ്രതിഷ്ഠ കലശ കളിയാട്ടത്തിന് ഒരുക്കങ്ങൾ തുടങ്ങി. ആദ്യ ഫണ്ട് ഏറ്റുവാങ്ങി. വാർത്തകൾ വിശദമായി. ബസ് സ്റ്റാൻഡ് സ്ഥലമെടുപ്പിലെ അഴിമതി അന്വേഷണ റിപ്പോർട്ട് ചർച്ചയ്ക്കെടുക്കാത്തതിൽ പ്രതിഷേധം. CPM കൗൺസിലർമാർ നഗരസഭാ കൗൺസിൽ ഹാൾ ഉപരോധിച്ചു. ആലാമിപ്പള്ളിയിലെ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിലെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന ആരോപണങ്ങൾ അന്വേഷിച്ച റിപ്പോർട്ട് കൗൺസിലിൽ ചർച്ചയ്ക്കെടുക്കാത്തതിനെ ചൊല്ലിയാണ് ഉപരോധം സംഘടിപ്പിച്ചത്. അന്വേഷിക്കാൻ കമ്മിറ്റിയാക്കി റിപ്പോർട്ട് ഇവിടെ സമർപ്പിച്ചപ്പോൾ എന്തിനാണ് ഹാരിളക്കം? CPM കൗൺസിലർമാരുടെ ഉപരോധത്തെ തുടർന്ന് തിങ്കളാഴ്ച നടക്കാനിരുന്ന കൗൺസിൽ യോഗം മാറ്റിവെച്ചു. ആലാമിപ്പള്ളി ബസ് സ്റ്റാൻഡ് സ്ഥലമെടുപ്പിനെ കുറിച്ച് നഗരസഭാ കൗൺസിലർമാരുടെ ഉപസമിതി അന്വേഷിച്ച് റിപ്പോർട്ട് കൗൺസിൽ യോഗത്തിൽ ചർച്ചയ്ക്കെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് CPM കൗൺസിലർമാർ സമരത്തിനിറങ്ങിയത്. PSCയെ പ്രതിക്കൂട്ടിലാക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് നിർഭാഗ്യകരമാണെന്ന് PSC ചെയർമാൻ ഡോക്ടർ കെ രാധാകൃഷ്ണൻ പറഞ്ഞു. PSCയുടെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽക്കരണത്തിന്റെ ആദ്യ യൂണിറ്റ് കാസർഗോഡ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നോട്ടിഫിക്കേഷൻ നടത്തി ഒരു വർഷത്തിനുള്ളിൽ റാങ്ക് ലിസ്റ്റുകൾ ഇറക്കുക, പ്രസിദ്ധീകരിച്ച് അഡ്വൈസ് കൊടുക്കുക എന്ന ഡ്രീം, ആ സ്വപ്നം PSC സാക്ഷാത്കരിക്കാൻ കഴിയും എന്നാണ് എന്റെ പ്രതീക്ഷ. 54ാം പിറന്നാൾ ആഘോഷിക്കുന്ന PSC പരിവർത്തനത്തിന്റെ പാതയിലാണ്. 2007 ഓൺലൈൻ അപേക്ഷ സ്വീകരിച്ചു തുടങ്ങി. 2009 ഓൺലൈൻ ഹാൾ ടിക്കറ്റുകൾ വിതരണം ചെയ്യാൻ ആരംഭിച്ചു നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തിലെ ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷാ കേന്ദ്രമായ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ജനുവരി 1 മുതൽ ആഗസ്റ്റ് 31 വരെ 384 തൊഴിൽ വിജ്ഞാപനങ്ങൾ പുറപ്പെടുവിക്കുകയും 2010 പരീക്ഷകൾ നടത്തുകയും ചെയ്തു. 530 റാങ്ക് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിച്ചു. 17,392 പേർക്ക് നിയമന ശുപാർശ നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു. PSC അംഗം U സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. സിമി റോസ്ബെൽ ജോൺ ആശംസാ പ്രസംഗം നടത്തി. PC ബിനോയ് സ്വാഗതം പറഞ്ഞു. ഒരു മാസം മുൻപ് കാണാതായ ഒളവറ സ്വദേശിനിയുടെ മൃതദേഹം കണ്ടെത്തി. ഒരാൾ അറസ്റ്റിലായി. ഒളവറയിലെ രജനിയുടെ മൃതദേഹമാണ് കണിച്ചിറയിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നും കണ്ടെത്തിയത്. ഒരു മാസം മുമ്പ് കാണാതായ ഹോം നഴ്സിന്റെ മൃതദേഹമാണ് തിങ്കളാഴ്ച കണിച്ചിറയിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കുഴിച്ചുമൂടിയ നിലയിൽ കണ്ടെത്തിയത്. ഒളവറ മാവിലങ്ങാട് കോളനിയിലെ രജനിയുടെ മൃതദേഹമാണ് കണിച്ചിറയിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ചെറുവത്തൂരിലെ മദർ തെരേസ ചാരിറ്റബിൾ ട്രസ്റ്റ് ഹോം നഴ്സിംഗ് സ്ഥാപന ഉടമ കണിച്ചിറയിലെ സതീശനെ അറസ്റ്റ് ചെയ്തു. രജനിയുടെ തിരോധാനത്തെ തുടർന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. ചന്ദേര പോലീസ് കേസ് അന്വേഷിച്ചിരുന്നെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടായിരുന്നില്ല. അതിനിടയിൽ പോലീസിന് ലഭിച്ച രഹസ്യ സന്ദേശത്തെ തുടർന്നാണ് കണിച്ചിറയിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ അന്വേഷണം നടത്താൻ തീരുമാനിച്ചത്. നീലേശ്വരം CI പ്രേമൻ, ചന്ദേര SI മനോജ്, നീലേശ്വരം SI മോഹനൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് കണിച്ചിറയിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നും മൃതദേഹം പുറത്തെടുത്തത്. സംഭവ സ്ഥലത്ത് പ്രതിയെയും എത്തിച്ചിരുന്നു. മൃതദേഹം പുറത്തെടുക്കുന്നത് കാണാൻ വൻജനാവലി സ്ഥലത്തെത്തിയിരുന്നു. പ്രതി കുറ്റസമ്മതം നടത്തിയതായി പോലീസ് പറഞ്ഞു. കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് തുടർ അന്വേഷണത്തിൽ കണ്ടെത്താനാവുമെന്നും പോലീസ് വ്യക്തമാക്കി.
മരുന്ന് വിപണിയിലെ കുത്തകവൽക്കരണത്തിനെതിരെ പ്രതിഷേധം. യൂത്ത് ലീഗ് കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മരുന്ന് വിപണിയെ കുത്തകവൽക്കരിക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ യൂത്ത് ലീഗിന്റെ പ്രതിഷേധം. യൂത്ത് ലീഗ് കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തുടർന്ന് നടന്ന ധർണാ സമരം എ അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ മറ്റു രോഗങ്ങൾക്ക് ഇന്ത്യ രാജ്യത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1 കോടിയോളം വരുന്ന ക്യാൻസർ രോഗികൾ, 4.5 കോടിയോളം വരുന്ന BP പേഷ്യന്റുകൾ, അതുപോലെ തന്നെ 5.5 കോടിയിലധികം വരുന്ന ഹാർട്ട് പേഷ്യന്റുകൾ, 20 ലക്ഷം ക്ഷയരോഗികൾ, 25 ലക്ഷം HIV ബാധിതർ, അതോടൊപ്പം തന്നെ ആസ്മ രോഗികൾ, അതുപോലെ തന്നെ മലേറിയ രോഗികൾ, അങ്ങനെ ഒട്ടനവധി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ജനവിഭാഗങ്ങളുണ്ട്. അവർക്കെല്ലാം അവിടെ മേൽ ദുരിതം കൊണ്ടാണ് ഈ നിയന്ത്രണം എടുത്തു മാറ്റിയിരിക്കുന്നത്. ആ നിയന്ത്രണം എടുത്തു മാറ്റിയ നടപടി റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന വ്യാപകമായി ഇന്ന് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഹക്കീം മീനാപ്പീസ് അധ്യക്ഷനായി. എ ഹമീദ് ഹാജി, MP ജാഫർ, കുഞ്ഞാമത് പുഞ്ചാവി, PA റഹ്മാൻ, PM ഫാറൂഖ് എന്നിവർ സംസാരിച്ചു. അബ്ദുള്ള പടന്നക്കാട് സ്വാഗതം പറഞ്ഞു. നോർത്ത് കോട്ടശ്ശേരിയിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. BJPയുടെ വളർച്ചയ്ക്ക് CPMന്റെ നടപടികൾ കാരണമാകുന്നതായി CMP ആക്ടിംഗ് സെക്രട്ടറി CP ജോൺ കാഞ്ഞങ്ങാട്ട് പറഞ്ഞു. കാഞ്ഞങ്ങാട് CMP ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്തൊരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആവശ്യമുണ്ടോ? എന്താണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ? ചില ചെറിയ ചെറിയ കോസ്മെറ്റിക് ചേഞ്ചസ് അല്ലെങ്കിൽ കൊച്ചു കൊച്ചു മാറ്റങ്ങൾ, മുടി വെട്ടുക, നഖം വെട്ടുക തുടങ്ങിയിട്ടുള്ള സൗന്ദര്യവർദ്ധന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പരിപാടികൾ നടത്തിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നന്നാക്കിയെടുക്കാൻ കഴിയുമോ? കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന് തന്നെ പല രാജ്യങ്ങളിലും അപജയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ അപജയങ്ങളെല്ലാം അത് നടപ്പിലാക്കിയിട്ടുള്ള ആളുകളുടെ ചുമതലയാണ്. പ്രത്യയശാസ്ത്രത്തിന് കുഴപ്പമൊന്നുമില്ല എന്ന ഒഴുക്കൻ മട്ടിലുള്ള പ്രത്യയശാസ്ത്ര ചർച്ചകൾ നടത്തേണ്ട കാലമാണോ 21ാം നൂറ്റാണ്ട്? പല ഘട്ടങ്ങളിലും CPMനെ കൂട്ടുപിടിച്ചാണ് BJPയുടെ നേതൃത്വത്തിൽ വലതുപക്ഷം ഇന്ത്യയിൽ വളർന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന നിർവാഹക സമിതി അംഗം VK രവീന്ദ്രൻ അധ്യക്ഷനായി. പോളിറ്റ് ബ്യൂറോ അംഗം CA അജീർ, സംസ്ഥാന കമ്മിറ്റി അംഗം V കമ്മാരൻ, B സുകുമാരൻ, കൃഷ്ണൻ കോട്ടമുക്ക് തുടങ്ങിയവർ സംസാരിച്ചു. B സുകുമാരനെ വീണ്ടും ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു. കർഷക സംഘം ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട് നടന്നു. കർഷക MLA K കുഞ്ഞിരാമനെയും മികച്ച കർഷകൻ രാജൻ കുട്ട്യാനത്തെയും ആദരിച്ചു. കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന ജില്ലാ കൺവെൻഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KK രാഗേഷ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മികച്ച കർഷക MLA K കുഞ്ഞിരാമനെയും മികച്ച കർഷകനുള്ള അവാർഡ് നേടിയ രാജൻ കുട്ട്യാനത്തെയും ആദരിച്ചു. P കരുണാകരൻ MP ഉപഹാരം നൽകി. MV കോമൻ നമ്പ്യാർ, P ജനാർദ്ദനൻ, അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാനമന്ത്രിയുടെ സ്വച്ഛന്ത് ഭാരതം പരിപാടിയുടെ ഭാഗമായി മാവുങ്കാലിൽ ശുചീകരണ പ്രവർത്തനം നടത്തി. BJP രാംനഗർ ബൂത്ത് കമ്മിറ്റിയും നിവേദിത ക്ലബ്ബും സംയുക്തമായാണ് ശുചീകരണ പ്രവർത്തനത്തിനായി ഇറങ്ങിയത്. പ്രധാനമന്ത്രിയുടെ സ്വച്ഛന്ത് ഭാരതം പരിപാടിയുടെ ഭാഗമായി BJP രാംനഗർ ബൂത്ത് കമ്മിറ്റിയും നിവേദിത ക്ലബ് കമ്മിറ്റിയും സംയുക്തമായി ശുചീകരണ പ്രവർത്തനം സംഘടിപ്പിച്ചു. ആനന്ദാശ്രമ പരിസരത്തെയും ഹോമിയോ ആശുപത്രി റോഡിലെയും പാണത്തൂർ സംസ്ഥാന പാതയോരത്തെയും കാടുകൾ വെട്ടിത്തെളിക്കാൻ പ്രവർത്തകർ രംഗത്തിറങ്ങി. കാൽനടയാത്ര പോലും ദുരിതമായപ്പോഴാണ് കാട് വെട്ടിത്തെളിക്കാൻ നിവേദിത ക്ലബിന്റെയും BJP ബൂത്ത് കമ്മിറ്റിയുടെയും പ്രവർത്തകർ രംഗത്തിറങ്ങിയത്. രവീന്ദ്രൻ മാവുങ്കൽ, കൃഷ്ണപ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി സ്വച്ഛ് ഭാരത് എന്ന ദൗത്യം ഭാരതീയരെ മുഴുവൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി രാംനഗർ ബൂത്ത് കമ്മിറ്റിയും നിവേദിത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും സംയുക്തമായി ഈ ആനന്ദാശ്രമ പരിസരം ശുചീകരിക്കുകയാണ്. ഈ പ്രവർത്തനം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതല്ല. ഈ രാംനഗർ പ്രദേശങ്ങൾ മുഴുവൻ തന്നെ ശുചീകരിച്ചുകൊണ്ട് ശ്രീ നരേന്ദ്രമോദിയുടെ ഈ സ്വച്ഛ് ഭാരത് പദ്ധതിയിൽ നമ്മളൊക്കെ അംഗമാവുകയാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് BKMUവിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. ഗവൺമെന്റ് കോളേജ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. കർഷക തൊഴിലാളി ക്ഷേമനിധി ശക്തിപ്പെടുത്തുക, പെൻഷൻ 1000 രൂപയാക്കുക, വിലക്കയറ്റം തടയുക, ആദിവാസി ദേശീയ നിയമം നടപ്പാക്കുക, ഭൂരഹിത കർഷക തൊഴിലാളികൾക്ക് വീട് വയ്ക്കാൻ 5 സെന്റ് ഭൂമിയും 10 ലക്ഷം രൂപയും നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് BKMU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത്.
മാർച്ചിന് ശേഷം നടന്ന ധർണ ഇ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ പണിയെടുക്കുന്ന പാവപ്പെട്ട കർഷക തൊഴിലാളികളാണ് നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്തെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത്. ഭക്ഷ്യധാന്യ ഉൽപാദനത്തിന്റെ കാര്യത്തിലും നാണ്യവിളകൾ ഉൽപ്പാദിപ്പിക്കുന്നതിലുമെല്ലാം കഠിനമായി അധ്വാനം ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ കർഷക തൊഴിലാളികൾ അവരെ മനുഷ്യരായി അംഗീകരിച്ചുകൊണ്ട് അവർക്ക് സംരക്ഷണം നൽകാനുള്ള നടപടി ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ്, ബാധ്യതയാണ്. എന്നാൽ നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റ് ആ നിലക്ക് കാര്യങ്ങൾ ആലോചിക്കുന്നതേയില്ല. കേരളത്തിന് പുറത്തുള്ള സാധാരണക്കാരായ മനുഷ്യരുടെ കർഷക തൊഴിലാളികളുടെ ജീവിതം നരകതുല്യമാണ്. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് BV രാജൻ അധ്യക്ഷത വഹിച്ചു. K കൃഷ്ണൻ, M ഗംഗാധരൻ, ചന്ദ്രാവതി, N ബാലകൃഷ്ണൻ, V കൃഷ്ണൻ, CP സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. പുല്ലൂർപെരിയയിലെ തട്ടുമ്മൽ പെരളം അംഗൻവാടി കെട്ടിടോദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. നബാർഡ് MLA പഞ്ചായത്ത് ഫണ്ടുകൾ ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. പുല്ലൂർപെരിയയിലെ തട്ടുമ്മൽ പെരളം അംഗൻവാടിക്കായി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം K കുഞ്ഞിരാമൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ അധ്യക്ഷനായി. അംഗൻവാടി വർക്കർ രമാദേവി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനു ഗംഗാധരൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV കരിയൻ, P കല്യാണി, P ശാരദ, M കുഞ്ഞമ്പു തുടങ്ങിയവർ സംസാരിച്ചു. വാർഡംഗം V നാരായണൻ മാസ്റ്റർ സ്വാഗതവും A ബിനു നന്ദിയും പറഞ്ഞു. നോർത്ത് കോട്ടച്ചേരി മണലിൽ റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന് ആവശ്യം. CPM നോർത്ത് കോട്ടച്ചേരി ബ്രാഞ്ച് സമ്മേളനം സമാപിച്ചു. ആദ്യകാല പാർട്ടി പ്രവർത്തകൻ CH കുമാരൻ പതാക ഉയർത്തി. CPM ഏരിയ കമ്മിറ്റി അംഗം ചെറാക്കോട്ട് കുഞ്ഞിക്കണ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. PV ഉണ്ണികൃഷ്ണൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. CH കുമാരൻ അധ്യക്ഷത വഹിച്ചു. KP ബാലൻ, PV ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ബ്രാഞ്ച് സെക്രട്ടറിയായി M സുനിലിനെ തെരഞ്ഞെടുത്തു. ദേശീയപാതയിലെ അപകട വളവിൽ തടസ്സങ്ങൾ നീക്കാൻ ക്ലബ്ബ് പ്രവർത്തകർ രംഗത്തിറങ്ങി. മൂലക്കണ്ടം ജ്യോതി ക്ലബ്ബ് പ്രവർത്തകരാണ് ദേശീയപാത പരിസരം ശുചീകരിച്ചത്. ഗാന്ധി ജയന്തി പക്ഷാചരണത്തിന്റെ ഭാഗമായി മൂലക്കണ്ടം ജ്യോതി ക്ലബ്ബ് പ്രവർത്തകർ ദേശീയപാതയോരത്തെ കാടുകൾ കൊത്തിനീക്കി മാതൃകയായി. അപകടങ്ങൾ പതിവായ മൂലക്കണ്ടത്തെ വളവുകളിലെ കാടുകളാണ് കൊത്തിനീക്കിയത്. മൂലക്കണ്ടം ഹൈവേ ജംഗ്ഷനിൽ 74 തൈകൾ നടുകയും ചെയ്തു. ശുചീകരണ പ്രവർത്തനത്തിൽ നിരവധി ക്ലബ്ബ് പ്രവർത്തകർ പങ്കെടുത്തു. കോളനി കമ്മിറ്റി പ്രസിഡന്റ് രാജു, M നാരായണൻ മൂലക്കണ്ടം തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വമേകി. ക്ലബ്ബും കാര്യങ്ങളൊക്കെ നല്ലൊരു ശുചീകരണമായി നടന്നുകൊണ്ട് വരുന്നുണ്ട്. അതുപോലെ മൂലക്കണ്ടം ജ്യോതി ക്ലബിൻ്റെ വക, അതുപോലെ തന്നെ കോളനി എല്ലാം മൊത്തം ഒന്നിച്ചുകൂടി ഒരു ശുചീകരണം നടത്തി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ക്ലബിൻ്റെ എല്ലാവിധ ആശംസകൾ. മാവുങ്കാൽ കാഞ്ഞങ്ങാട് റോഡിലെ അപകടകരമായ വൈദ്യുതി പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കണമെന്ന് CPIM കിഴക്കങ്കര 2 ബ്രാഞ്ച് സമ്മേളനം ആവശ്യപ്പെട്ടു. CPIMന്റെ 21ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള കിഴക്കങ്കര 2 ബ്രാഞ്ച് സമ്മേളനം ശാന്തി കലാമന്ദിരത്തിൽ നടന്നു. CPIM കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി അംഗം TV കരിയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അതിർത്തി തർക്കങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ ഇതെല്ലാം ചർച്ച ചെയ്ത് അവസാനം ഒന്നിച്ചിറക്കിയ ഒരു പ്രസ്താവനയാണ് ഇന്ത്യ ചൈന ഭായി ഭായി എന്നുള്ളത്. എന്താണ് ഇപ്പോൾ അത് പ്രസക്തി? ആ തലക്കെട്ടിന് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ കാണുന്നതും വരുന്നതും ആളുകൾ സംസാരിക്കുന്നതും സ്വാഭാവികമാണ്. പല ആളും വന്നിട്ട് നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പോൾ പുതിയ പ്രധാനമന്ത്രി ഒരുപാട് രാജ്യത്ത് പോയി. എന്താ ഇന്ത്യ ചൈന എന്ന ഈ ഭായി ഭായി എന്ന ആ ഒരു തലക്കെട്ടിന് പ്രത്യേകത? അത് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ പാർട്ടിയുടെ 50ാം വാർഷികം ആഘോഷിക്കുകയാണ് ഇപ്പോൾ. അതിൻ്റെ 64ലാണ് CPM രൂപം കൊണ്ട്. അതുപോലെ അഭിയുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നു. 1920ലാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത്. ഇതൊക്കെ ഒരു രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണ്. ആരെങ്കിലും ചോദിച്ചപ്പോൾ നിങ്ങൾ പാർട്ടി രൂപീകരിച്ചപ്പോൾ പറയണ്ടല്ലോ, പറയാൻ കഴിയുന്ന നല്ലതാണ്. 1920ലാണ് പാർട്ടി രൂപീകരിച്ചത്. ബ്രാഞ്ച് സെക്രട്ടറി K വിശ്വനാഥൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആദ്യകാല പാർട്ടി അംഗം N സുകുമാരൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിൽ തുടക്കമായത്. K മോഹനൻ അധ്യക്ഷനായി. V നാരായണൻ അനുശോചന പ്രമേയവും K മോഹനൻ രക്തസാക്ഷി പ്രമേയവും അവതരിപ്പിച്ചു. CPIM ലോക്കൽ കമ്മിറ്റി അംഗം TV പത്മിനി സംസാരിച്ചു. കാഞ്ഞങ്ങാട് മാവുങ്കൽ പാതയിൽ കുശവൻകുന്ന് മുതൽ കോട്ടച്ചേരി വരെയുള്ള സുരക്ഷിതമായ കാൽനടയാത്ര ഉറപ്പുവരുത്താൻ നടപടി സ്വീകരിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. കിഴക്കങ്കരയിലെ വോട്ടേഴ്സ് ക്ഷാമം പരിഹരിക്കാൻ നടപടി വേണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. പുതിയ ബ്രാഞ്ച് സെക്രട്ടറിയായി K വിശ്വനാഥനെ തെരഞ്ഞെടുത്തു. വെള്ളായിപ്പാലം മുതൽ ചെരിച്ചൽ വരെയുള്ള തോട് കരകെട്ടി സംരക്ഷിക്കണമെന്ന ആവശ്യം. CPIM കിഴക്കങ്കര 1ാം ബ്രാഞ്ച് സമ്മേളനം സമാപിച്ചു. CPIM കിഴക്കങ്കര ബ്രാഞ്ച് സമ്മേളനം മണലിൽ വെച്ച് നടന്നു. ആദ്യകാല പാർട്ടി അംഗം തൊപ്പിയൻ പതാക ഉയർത്തി. സമ്മേളനം ഏരിയ കമ്മിറ്റി അംഗം A കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 3 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് പരിശോധിക്കുകയും
ആവശ്യമായ ചർച്ചകൾ നടത്തി 3 വർഷക്കാലം നമ്മൾ പ്രവർത്തിച്ച് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളെ കുറിച്ച്, നമ്മുടെ പാർട്ടിയുടെ കെട്ടുറപ്പിനെ കുറിച്ച്, സംഘടനാപരമായ കാര്യങ്ങളെ കുറിച്ച്, വർഗ ബഹുജന സംഘടനകളെ കുറിച്ചെല്ലാം രാജ്യസമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെടും. കഴിഞ്ഞ സമ്മേളനം രാമചന്ദ്രൻ അധ്യക്ഷനായി. ലോക്കൽ കമ്മിറ്റി അംഗം AV സഞ്ജയൻ, മനോജ് കാരക്കുഴി എന്നിവർ സംസാരിച്ചു. MV രാഘവൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സമ്മേളനത്തിൽ കിഴക്കങ്കര മണൽ ബ്രാഞ്ച് കമ്മിറ്റികളുടെ വിഭജനം നടന്നു. കിഴക്കങ്കര 1 ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിയായി രാമചന്ദ്രനെയും മണലിൽ ബ്രാഞ്ച് സെക്രട്ടറിയായി രമേശൻ മണലിനെയും തെരഞ്ഞെടുത്തു. വെള്ളായിപ്പാലം ചെരിച്ചൽ റോഡിന്റെ കരകെട്ടി സംരക്ഷിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. ഇടക്കടവ് കപ്പിത്താൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, കാഞ്ഞങ്ങാട് അഹല്യ കണ്ണാശുപത്രി എന്നിവ സംയുക്തമായി സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് നടത്തി. ഇടക്കടവ് കപ്പിത്താൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് രക്ഷാധികാരിയും പഞ്ചായത്ത് അംഗവുമായ K. ശങ്കരനാരായണൻ ഉദ്ഘാടനം ചെയ്തു. കപ്പിത്താൻ ഇടക്കടവ് ക്ലബ്ബ് രൂപീകരണമായിട്ട് വളരെ ചുരുങ്ങിയ കാലമേ ആയുള്ളൂ. അതിന്റെ രജിസ്ട്രേഷൻ നടപടിയിലേക്ക് നീങ്ങുന്നതിനൊപ്പം തന്നെയാണ് നാടിന്റെ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഈ നാട്ടിലെ കാഴ്ചക്കുറവുള്ള രോഗികൾക്ക് വേണ്ടി ഒരു ചികിത്സാ ക്യാമ്പ് നടത്താൻ തീരുമാനമായതിന്റെ വെളിച്ചത്തിലാണ് ഇന്നിവിടെ ക്യാമ്പ് നടക്കുന്നത്. ആ ക്യാമ്പിൽ ഈ നാട്ടിലെ കാഴ്ചശക്തി കുറഞ്ഞ ഒരുപാട് രോഗികൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ഈ ക്യാമ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്ലബ് പ്രസിഡന്റ് R. രാഘവൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി K. ഗോപി, M. കുഞ്ഞിരാമൻ എന്നിവർ പ്രസംഗിച്ചു. A. വിനോദ് സ്വാഗതവും M. സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു. PRO സുബിൻ സെബാസ്റ്റ്യൻ, ഡോക്ടർ മനോഹർ എന്നിവർ നേതൃത്വം നൽകി. യുവാവിന്റെ ആത്മഹത്യ, ഉത്തരവാദികളെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് കാഞ്ഞങ്ങാട്ടെ സായാഹ്ന പത്രം ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മാർച്ച് നടത്തി. അപവാദ പ്രചരണങ്ങളെ തുടർന്ന് പുല്ലൂർ എടമുണ്ടയിലെ ഡിവൈഎഫ്ഐ യൂണിറ്റ് പ്രസിഡന്റ് രജിത്ത് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടാണ് തിങ്കളാഴ്ച രാവിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ മാർച്ച് നടത്തിയത്. പുതിയകോട്ടയിലെ സായാഹ്ന പത്രത്തിന്റെ ഓഫീസിലേക്ക് നടന്ന മാർച്ച് പോലീസ് തടഞ്ഞു. മാർച്ച് ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ശിവജി വെള്ളിക്കോത്ത് ഉദ്ഘാടനം ചെയ്തു. മനോജ് വാരിക്കാട് അധ്യക്ഷത വഹിച്ചു. CPM പുല്ലൂർ ലോക്കൽ സെക്രട്ടറി MV നാരായണൻ, PK നിഷാന്ത്, U പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. C വിജയൻ സ്വാഗതം പറഞ്ഞു. ഹോസ്ദുർഗ് CI TP സുമേഷ്, SI ബിജു എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. അതേസമയം യുവാവിന്റെ ആത്മഹത്യയ്ക്ക് ഇടയാക്കിയ സംഭവങ്ങളെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന് സായാഹ്നപത്രം മാനേജ്മെന്റ് പത്രക്കുറിപ്പിൽ ആവശ്യപ്പെട്ടു. അറിവിന്റെ ഉത്സവമായി ദേശാഭിമാനി അക്ഷരമുറ്റം ക്വിസ് ജില്ലാതല മത്സരം കാഞ്ഞങ്ങാട് നടന്നു. കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മത്സരം നടന്നത്. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയത്. മഞ്ചേശ്വരം, കുമ്പള, കാസർഗോഡ്, ബേക്കൽ, ഹോസ്ദുർഗ്, ചിറ്റാരിക്കാൽ, ചെറുവത്തൂർ ഉപജില്ലകളിൽ നിന്നാണ് മത്സരാർത്ഥികളെത്തിയത്. മത്സരം ഏനപ്പോയ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ P. ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. ദേശാഭിമാനി കണ്ണൂർ യൂണിറ്റ് മാനേജർ M. സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ C. രാഘവൻ, ഖദീജത്ത് സുഹൈല, A. പവിത്രൻ, M. ബാലകൃഷ്ണൻ, പ്രൊഫസർ KP ജയരാജൻ, MK ബസുമതി, പല്ലവ നാരായണൻ, ശ്രീഹരി ഭട്ട്, AO വർഗീസ്, ഡോക്ടർ C. ബാലൻ എന്നിവർ സംസാരിച്ചു. സുധീർ മാടകത്തിന്റെ മേജിക് ഷോയും അരങ്ങേറി. കോട്ടക്കടവ് മുത്തപ്പൻ മടപ്പുരയിലെ പുനഃപ്രതിഷ്ഠ കളിയാട്ട മഹോത്സവം മാർച്ച് 2, 3, 4 തീയതികളിൽ നടക്കും. ഫണ്ട് ശേഖരണത്തിന്റെ ഉദ്ഘാടനം നടന്നു. കോട്ടക്കടവ് മുത്തപ്പൻ മടപ്പുരയിലെ പുനഃപ്രതിഷ്ഠ കളിയാട്ട മഹോത്സവത്തിന് മാർച്ച് 2-ന് തുടക്കം കുറിക്കും. 2-ന് കലവറ നിറയ്ക്കലും 4-ന് തിരുവപ്പന വെള്ളാട്ടവും നടക്കും. ആദ്യ സംഭാവന P. കുഞ്ഞിക്കണ്ണന്റെ സ്മരണയ്ക്ക് മക്കൾ കൈമാറി. P. ദാമോദര പണിക്കർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. K. അമ്പാടി അധ്യക്ഷത വഹിച്ചു. വത്സൻ, ബാബു പണിക്കർ, K. നാരായണൻ, അഡ്വക്കേറ്റ് പ്രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഐതിഹ്യസമ്പന്നമായ പുല്ലൂർ മാച്ചിപ്പുറം ചാമുണ്ടേശ്വരി ഗുളികൻ ദേവസ്ഥാനത്ത് പുനഃപ്രതിഷ്ഠ കലശ കളിയാട്ട മഹോത്സവം നവംബർ 30-ന് ആരംഭിക്കും. ഫണ്ട് ശേഖരണോദ്ഘാടനം ക്ഷേത്ര പരിസരത്ത് നടത്തും. പുല്ലൂർ മാച്ചിപ്പുറം ചാമുണ്ടേശ്വരി ഗുളികൻ ദേവസ്ഥാനം പുനഃപ്രതിഷ്ഠ കലശ കളിയാട്ട മഹോത്സവം നവംബർ 30, ഡിസംബർ 1, 2 തീയതികളിൽ നടക്കും. ആദ്യ ഫണ്ട് ശേഖരണോദ്ഘാടനം ക്ഷേത്ര പരിസരത്ത് വെച്ച് നടന്നു. ഗുളികന്റെ പ്രതിഷ്ഠയുണ്ടായിരുന്നത്, ആ ഗുളികന്റെ പ്രതിഷ്ഠ ജ്യോതിഷ പ്രശ്ന ചിന്ത പ്രകാരം പ്രത്യേകം ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലേക്ക് അതിനൊരു മേൽമാടം പോലെ ആക്കി അതിലേക്ക് പ്രതിഷ്ഠിക്കാനും, അതുപോലെ ചാമുണ്ഡി അമ്മയുടെ പ്രതിഷ്ഠയ്ക്ക് നവീകരണം നടത്തിക്കൊണ്ട് അതിനെ നവീകരിക്കാനും തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിൻ്റെ പ്രവർത്തനം ഒരു പരിധിവരെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അതിൻ്റെ
പ്രതിഷ്ഠയും അതുപോലെ കളിയാട്ട മഹോത്സവവും നടത്താനുള്ള ആഘോഷ കമ്മിറ്റിയാണ് ഇവിടെ കഴിഞ്ഞ ദിവസം തീരുമാനിക്കപ്പെട്ടത്. അതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഫണ്ട് ഉദ്ഘാടന ചടങ്ങും അതോടൊപ്പം അടയാളം കൊടുക്കൽ ചടങ്ങുമാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. ആഘോഷ കമ്മിറ്റി ചെയർമാൻ എം വി നാരായണൻ അധ്യക്ഷനായി. ചടങ്ങിൽ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ എം ടി ദാമോദരൻ, എ ടി ശശി, നാരായണൻ മടത്തിൽ വളപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. ആദ്യ ഫണ്ട് പുല്ലൂരിലെ ലക്ഷ്മി അമ്മയിൽ നിന്നും ആഘോഷ കമ്മിറ്റി ചെയർമാൻ എം വി നാരായണൻ ഏറ്റുവാങ്ങി. തുടർന്ന് കളിയാട്ടത്തിന്റെ അടയാളം കൊടുക്കൽ ചടങ്ങ് നടന്നു. ഭക്തിനിർഭരമായ ചടങ്ങിൽ വയലിൽ തണ്ടാൻ അടയാളം ഏറ്റുവാങ്ങി. തെയ്യം കലാകാരൻ മടിയൻ പുത്തൂരനും അടയാളം കൊടുക്കുകയുണ്ടായി. പുനഃപ്രതിഷ്ഠാ കലശ കളിയാട്ടം വൻ വിജയമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആഘോഷ കമ്മിറ്റിയും നാട്ടുകാരും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബസ് സ്റ്റാൻഡ് സ്ഥലമെടുപ്പിലെ അഴിമതിയെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ടിനെ ചൊല്ലി കാഞ്ഞങ്ങാട് നഗരസഭയിൽ പ്രതിഷേധം. CPM കൗൺസിലർമാർ കൗൺസിൽ ഹാൾ ഉപരോധിച്ചു. PSCയെ പ്രതിക്കൂട്ടിലാക്കാനുള്ള നീക്കം നിർഭാഗ്യകരമെന്ന് PSC ചെയർമാൻ ഡോക്ടർ കെ രാധാകൃഷ്ണൻ. സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വൽക്കരണ യൂണിറ്റ് കാസർഗോഡ് തുടങ്ങി. ഒളവറയിലെ യുവതിയുടെ തിരോധാനം കൊലപാതകമെന്ന് തെളിഞ്ഞു. മൃതദേഹം കണിച്ചിറയിൽ നിന്നും കണ്ടെത്തി. മരുന്ന് വിപണിയിലെ കുത്തകവൽക്കരണത്തിനെതിരെ യൂത്ത് ലീഗിന്റെ പ്രതിഷേധം. കാഞ്ഞങ്ങാട്ട് ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. BJPയുടെ വളർച്ചയ്ക്ക് CPMന്റെ നയങ്ങൾ സഹായിച്ചതായി CMP ആക്ടിംഗ് സെക്രട്ടറി CP ജോൺ. CMP ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് സമാപിച്ചു. പ്രധാനമന്ത്രിയുടെ സ്വച്ഛന്ത് ഭാരത് ആഹ്വാനം. മാവുങ്കാലിൽ BJP പ്രവർത്തകരും നിവേദിത ക്ലബും ശുചീകരണത്തിനിറങ്ങി. ആച്ചിപ്പുറം വിഷ്ണു ചാമുണ്ടേശ്വരി ഗുളികൻ ദേവസ്ഥാനം പുനഃപ്രതിഷ്ഠാ കലശ കളിയാട്ടത്തിന് ഒരുക്കങ്ങൾ തുടങ്ങി. ആദ്യ ഫണ്ട് ഏറ്റുവാങ്ങി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.